എടുക്കുന്നതായിട്ട് എടുക്കുന്നത് കട്ടായിപ്പോയി. അതുകൊണ്ട് അപ്പം പാർട്ട് 3 ആയിട്ടാണ് രാത്രി വരെ ഉള്ളത് ഇടാനുള്ളത്. അപ്പം നമുക്ക് ചായ കുടിക്കും. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ക്രാഫ്റ്റിംഗ് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇതാണ് എൻ്റെ ക്രാഫ്റ്റിംഗ് ബുക്ക്. ഇതിന് ക്രാഫ്റ്റിംഗ് ബുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആദ്യത്തിൽ 92 പേജുണ്ട്. കളിക്കാത്തിലേക്കുള്ള ഒരെണ്ണം ഞാൻ ആക്കിയതാണ്. എൻ്റെ ഫൺ ബുക്ക് ഞാൻ ആദ്യം കാണിച്ചില്ല. ഇതിനുള്ളിൽ ഞാൻ ഇതൊക്കെ വരച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയാണ്. എനിക്ക് ദിവസം ഇതാണ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു ഇതാണ്. ഇതിൽ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെ ഈ കളർ ഒരു സിൽവർ കളർ റെയിൻബോ ആണ്. മൈ ഓർഗാനിക് വേൾഡ് എന്ന് പറഞ്ഞാലും ഒരു ഇതാണ് മൈ ഓർഗാനിക് വേൾഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രോഗ്, പ്ലെയിൻ, മൂന്നുമാണ്. ഈ ഒരു സാധനത്തിൽ മൈ സെൽഫാണ് ഇരിക്കുന്നത്. ഈ ഒരു ബുക്കിൽ മൈ സെൽഫാണ് എഴുതിയിരിക്കുന്നത്. ചിത്രം വരച്ചാണ് തെറ്റിപ്പോയതാണ്. ഗെയിംസ് എല്ലാം ഇതിലാണ് ഇട്ടുന്നത്. ഇപ്പോൾ വരച്ച് വെറുതെ ഇരിക്കുമ്പോൾ ഒരാളെ തീപിടുത്തത്തെ രക്ഷിക്കാൻ വരുന്ന എന്തൊക്കെയോ വരച്ച് വെച്ചതാണ്. ഇതാണ് എൻ്റെ ലാസ്റ്റ്. ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫൺ ബുക്കിൽ ഇത്രേ ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും കാണിക്കാൻ മറന്നായി. ഇതാണ് എൻ്റെ റെയിൻബോ ഫോൺ. കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഞാൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടാക്കി ഉണ്ടാക്കിയാണ്. ചെയ്താലോ? ഓക്കെ, നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ഇതിന് വേണ്ടി ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്താൽ മതി. നമുക്കിതിലെ സ്റ്റാർസും ടിവിയും ഈ ഒരു സാധനവും വെട്ടിക്കാം. ഇതെല്ലാം ഇനി ബുക്കിലേക്ക് ഒട്ടിച്ചെടുക്കാം. എൻ്റെ ഫൺ ബുക്കിലാണ് ഒട്ടിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഫൺ ബുക്കിലാണ് എഴുതാറ്. ഈ രീതിയിലാണ് ഒട്ടിച്ചെടുത്തത്. ഞാൻ അതിൽ ഇതോണം കുറച്ച് സാധനം എഴുതി വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. വെരി സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതോണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. എല്ലാം എടുത്തു വെക്കാം. കുറേ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചു. എനിക്കൊന്ന് ഒരു ട്രയലിൽ തന്നെ ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ ട്രൈ എടുത്തു. ഞാൻ അത്ര വലിയ ക്രാഫ്റ്റുകാരൊന്നല്ല. അപ്പം നമുക്കിനി കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പാട്ടോ യൂട്യൂബ് എന്തെങ്കിലും കാണാം. ഇനി കുറച്ച് ഗെയിം കളിക്കാം. എൻ്റെ ഫേവറേറ്റ് ഗെയിം ടോക്കിംഗ് ടോമാണ്. ടോക്കിംഗ് ടോമിൻ്റെ മൈ വേൾഡ് എന്നുള്ളത് വന്നാൽ ഞാൻ ഇത് കളിക്കാൻ പോവാണ്. എൻ്റർടൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് രാത്രിയാവുന്നതിന് മുന്നേ ഉള്ളൊരു പാർട്ട് കൂടി വരാറുണ്ട്. ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പാർട്ട് പോയി കാണുമ്പോൾ ബൈ.